അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേൽ ലെബനോൺ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇസ്രയേൽ ലെബനോൺ ഇഷ്യൂ നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള പല പ്രതിനിധികളും അമേരിക്കയുമായും മറ്റ് പല സഖ്യ രാജ്യങ്ങളുമായും ചർച്ച ചെയ്തു. എങ്കിലും ചർച്ചയ്ക്ക് വഴങ്ങാൻ ലെബനോണിലെ ഹിസ്ബുള്ള പോരാളികൾ തയ്യാറല്ല. അവർ പറയുന്നത് ഇസ്രയേൽ എന്നൊരു രാജ്യം തന്നെ ഇല്ല, ആയതുകൊണ്ട് ഈ രാജ്യം മുഴുവനായി ഫലസ്തീനാണ്. അതുകൊണ്ട് ഇസ്രയേലികൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോകണം. അവർ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? 1947-48 കാലത്ത് എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുക എന്നാണ് അവർ പറയുന്നത്, ഹിസ്ബുള്ള പറയുന്നത്. ഏതായാലും ഹിസ്ബുള്ള വഴങ്ങാനോ കോംപ്രമൈസിനോ ഒന്നും തയ്യാറല്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ യുദ്ധം തുടങ്ങിയിരിക്കാം. ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഏതായാലും ഇസ്രയേലിന്റെ ഭാഗത്ത് വൻ സൈനിക സന്നാഹം ഒരുങ്ങിക്കഴിഞ്ഞു. ലെബനോണിന്റെ ഭാഗത്തായിട്ട് ആ ഭാഗം ബ്ലാങ്ക് ആണ്. ഒരു ഈച്ച പോലും അവിടെ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ലെബനോൺ ഉദ്ദേശിക്കുന്നത്, ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല. അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് പോവാം. ആയതുകൊണ്ട് എനിക്ക് ലോകത്തെമ്പാടുമുള്ള ഇസ്രയേൽ ആരാധകരോട് പറയാനുള്ളത്, ഇസ്രയേൽ ആരാധകരെ, നിങ്ങൾ കരഞ്ഞു തുടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് കരയാൻ സമയമായി. ഇത്രയും കാലം നിങ്ങൾ ചിരിച്ചില്ലേ? ചിരിച്ച് അത് അട്ടഹാസമായി മാറിയില്ലേ? ഈ അട്ടഹാസത്തിന് ഇതാ അറുതി വന്നിരിക്കുന്നു. ഇസ്രയേൽ എന്ന തെമ്മാടി രാജ്യം ഈ ഭൂപടത്തിൽ നിന്നും തന്നെ തേഞ്ഞു മാഞ്ഞു തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ നിമിഷങ്ങൾ ഇതാ ആസന്നമായിരിക്കുന്നു. എങ്ങനെ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്, കേൾക്കുക. ആ ചോദ്യത്തിന് ഉത്തരം ഇതാ, നിങ്ങൾ കണ്ടുകൊള്ളുക, കണ്ണിറയെ കാണുക.
നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് ഇറാനിൽ നിന്ന് തുടങ്ങി ലെബനോൻ വഴി ഇസ്രയേലിന്റെ പടിവാതിൽക്കൽ മിറ്റത്ത് വന്നു നിൽക്കുന്ന തുരങ്കങ്ങളുടെ കവാടമാണ് നിങ്ങൾ കണ്ടത്. ഇത്തരം തുരങ്കങ്ങൾ ഇസ്രയേലിനെ 4 ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. മേലധികാരികളുടെ ഉത്തരവ് കിട്ടേണ്ട താമസം മാത്രമേയുള്ളൂ. ഇസ്രയേൽ എന്നൊരു രാജ്യം ചാരമായി തീരും. പിന്നെ ഇസ്രയേൽ ആരാധകർക്ക് പറയാം, ഇസ്രയേൽ വാസ് എ കൺട്രി, ഇസ്രയേൽ വാസ് എ നേഷൻ. എന്താണ് ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ഇസ്രയേൽ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, ഇസ്രയേൽ എന്നൊരു ദേശം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നതില്ല എന്നാണ് അർത്ഥം. അത് ഇല്ലാതെയാകാൻ പോകുന്നു. അപ്പോൾ ഏതായാലും ഇസ്രയേൽ എന്ന തെമ്മാടി രാജ്യം ഒരു നല്ലൊരു പാഠം പഠിക്കാൻ പോകുന്നു. അത് ഹിസ്ബുള്ളയാൽ ഇസ്രയേലിന്റെ ഖബറടക്കം നടക്കാൻ പോകുന്നു. അതാണ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയോ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും.